ഭയങ്കര കൺഫ്യൂഷൻ, ടെൻഷനും ആവുന്നു. ടെൻഷൻ ഒന്നും ആവണ്ട. ബ്രൈഡ് ഹാപ്പി ആയില്ലെങ്കിൽ ആ ഫുൾ ഡേ അവർ മൂഡ് ഓഫ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഇത് പ്രീ ബ്രൈഡൽ വന്നപ്പോ എല്ലാരും കണ്ടല്ലോ, നമ്മൾ ആന്റിഫ്രിസ് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, പ്രീ ബ്രൈഡൽ സിറ്റിംഗ്സ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ ആയിരുന്നില്ല എല്ലാ സർവീസും? ഓക്കെ. ആന്റിഫ്രിസ് എല്ലാവർക്കും ഇഷ്ടമായി? എല്ലാവർക്കും ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. ചെയ്തു എന്ന് അറിയത്തുമില്ല എന്ന് നല്ല മാനേജ്, നല്ലൊരു എന്താ നമ്മളൊരു സ്മൂത്തനിങ് ചെയ്തൊരു എഫക്ട്. ഒരു ഫ്രണ്ട് എനിക്ക് ശരിക്കും ബേബി ഹെയർസ് പോലെ ഉണ്ടായിരുന്നു, അതിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ആൻഡ് ബ്രൈറ്റ് ബി ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് കിടന്നായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെയിലും സ്റ്റെയിൻ ഒന്നും പിടിച്ചില്ലല്ലോ? ഇല്ല, ചെയ്ത് നല്ല കളർ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിട്ടോ. പിന്നെ സാരി നമ്മള് റോൾ ചെയ്തത് എവിടെന്നാ? റോൾ ചെയ്ത് ജയലക്ഷ്മി എന്നായിരുന്നു. ജയലക്ഷ്മി തന്നെ അവരെ റോൾ ചെയ്ത് തന്നായിരുന്നു. അപ്പൊ സാരിയൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കി. ഇനി നമുക്ക് കല്യാണ പെണ്ണാക്കിയാൽ മാത്രം മതി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഞാൻ ഗായത്രി നായർ, അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തു, അത് കണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ ബ്രൈഡിന് ഒരു കോൺഫിഡൻസ് കിട്ടാത്ത പോലെ ഒരു ഫീൽ, അങ്ങനെ ഞങ്ങൾ അത് മാറ്റി. സൈഡ് പാർട്ടീഷൻ ആളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ പോവാണ്. ഭയങ്കര കൺഫ്യൂഷൻ, ടെൻഷനും ആവുന്നു. ടെൻഷൻ ഒന്നും ആവണ്ട. വകുപ്പ് കാണരുത്, എന്നാൽ സൈഡിലോട്ട് പോകുന്ന പോലെ തോന്നണം, എന്നാൽ അത് ബാക്കിലോട്ടുള്ള പാർട്ടീഷൻ ആയിരിക്കണം. ആ രീതിക്കാണ് ചെയ്തത്. ഇപ്പോഴും ആൾ അത്ര ഹാപ്പി ആയിട്ടില്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പ്, എനിക്കറിയാം കേൾസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ബ്രൈഡ് ഹാപ്പി ആയിരിക്കും. നമ്മൾ വീണ്ടും ഹെയർ സ്റ്റൈൽ ചേഞ്ചിലേക്ക് പോകണം. ബ്രൈഡ് കോൺഫിഡൻറ്റ് ആയിട്ടില്ല, കോൺഫിഡൻസ് ആക്കിയേ പറ്റും. അങ്ങനെ ദേ ബ്രൈഡ് പറഞ്ഞ രീതി കുറച്ച് ഹെയർ അങ്ങോട്ടും കുറച്ച് ഹെയർ ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് ചെയ്തത്. എനിവേ ബ്രൈഡ് ഹാപ്പി ആയി, അപ്പൊ നമ്മൾക്ക് ഓക്കെ. ബ്രൈഡ് ഹാപ്പി ആയില്ലെങ്കിൽ ആ ഫുൾ ഡേ അവർ മൂഡ് ഓഫ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കും. നമ്മുടെ ഈ ബ്രൈഡിന്റെ ട്രയൽ തൊട്ട് പ്രീ ബ്രൈഡൽ സിറ്റിങ്ങിന് മുന്നേ തൊട്ട് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ലുക്കൊക്കെ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ. പിന്നെ നമ്മൾ ബ്രൈഡിനെ കണ്ടല്ലോ അല്ലേ, ആ ലുക്കിൽ ഐ മേക്കപ്പ് അതാണോ നിങ്ങൾക്ക് ഇഷ്ടമായ? ഫ്ലവർ ആണോ, ഹെയർ സ്റ്റൈൽ ആണോ, അതോ സാരി ഡ്രൈപ്പിംഗ് ആണോ? സാരിയൊക്കെ പ്രീ പ്ലീറ്റ് ചെയ്തിട്ട് ഫ്ലഫി പ്ലീറ്റ്സ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ആളെ റെഡിയാക്കിയത്. വൈറ്റ് ഫ്ലവർ, സൈഡിൽ മാത്രം പിങ്ക്, ഇനി പിന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ബ്രൈഡിങ്ങിനെ ഒന്ന് ചെറുതായിട്ട് അലങ്കരിച്ചു. പ്രീ ബ്രൈഡൽ സിറ്റിംഗ് പോലെ തന്നെ മേക്കപ്പും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ. So until the next video, bye from Team Tanima Beauty Lounge and good day to all our viewers.